UDF കൺവെൻഷനിൽ പാണക്കാട് കുടുംബം പങ്കെടുക്കാത്ത വിഷയം അവസാനിച്ചതെന്ന് PK ബഷീർ MLA. സാദിഖ് അലി തങ്ങൾ പറഞ്ഞ പ്രകാരമാണ് ലീഗ് നേതാക്കൾ പങ്കെടുത്തത്. അബ്ബാസ് അലി തങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച മറ്റ് പരിപാടികൾ ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം ഈ വിഷയത്തിൽ പറയില്ലെന്നും ബഷീർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഒപ്പമുള്ളത് PK ബഷീർ MLA ആണ്. MLA ഇപ്പോൾ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എത്രത്തോളമാണ് ഈ ഘട്ടത്തിൽ ഒരു പ്രതീക്ഷയുള്ളത്? എത്രത്തോളം ഇല്ലല്ലോ, 100% നമ്മൾ വിജയിച്ചൊക്കെയല്ലേ. അതിൻ്റെ പ്രചരണത്തിലല്ലേ. നമ്മളൊരു ഐക്യ ജനാധിപത്യത്തിൻ്റെ ഒരു ഉരുക്കുകോട്ടയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല ഘടകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. 9 കൊല്ലത്തെ പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത് ഈ പ്രദേശങ്ങളെ അവഗണിച്ച, എല്ലാ അർത്ഥത്തിലും അവഗണിച്ച ഒരു പ്രദേശം. ആ പ്രദേശം ജനങ്ങൾ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുകയാണ്. അത് ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥി ഷൗക്കത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കും. ഈ തുടക്കം മുതൽ UDF ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് പൊതുവിൽ പുറത്തു പറയപ്പെടുന്നത്. അതായത് അൻവർ വരുന്നു. അതെ, അത് UDF എന്ന് പറഞ്ഞാൽ അങ്ങനെ, അതൊരു ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസ് ഇതൊക്കെ അത് UDF. നിങ്ങൾ പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ച് ബാധിച്ചോ? പിന്നെ കുറേയൊക്കെ നിങ്ങൾ മീഡിയാസ് ഉണ്ടാക്കണല്ലേ, ഞങ്ങളില്ല, ഞങ്ങളൊറ്റക്കെട്ടാ. ഈ ലീഗ് യോഗത്തിൽ ചില വിമർശനങ്ങൾ വരുന്നു എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെ പാർട്ടി, ഞാനതിന് പങ്കെടുത്താളാണ്. ഞങ്ങൾക്ക് ഉണ്ടല്ലോ, ഞങ്ങൾ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ ഊർജ്ജസ്വലമായി വേണ്ടി ചാർജും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി ആ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വരെയുള്ള ഒരു PV അൻവറിന് കുറച്ചും കൂടെ സമയം കൊടുക്കാമായിരുന്നു തോന്നുന്നുണ്ടോ? ആ ഒരു വിഷയമല്ല, ഐക്യ ജനാധിപത്യം വരെയല്ല. മറ്റുള്ള വിഷയങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇന്നലെ ഈ പാണക്കാട് കുടുംബം UDF കൺവെൻഷനിൽ ഉണ്ടായിരുന്നില്ല. അതൊരു വലിയ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പിന്നെ അജ്നുവായതാ. പക്കത്തൊക്കെ അജ്ജുനായ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയും. അത് പറയട്ടെ, അജ്ജ് കഴിഞ്ഞിട്ട് തരുമോ? പിന്നെ തങ്ങൾ ഈ ആദ്യം മുൻകൂട്ടി നിശ്ചയിച്ച 2-3 ഉദ്ഘാടന പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പം തന്നെ എത്താൻ കഴിയില്ലാന്ന് പറഞ്ഞിരുന്നു. അതിനാണ് മുസ്ലിം ലീഗിനെ ഈ പാണക്കാട് തങ്ങൾ പറഞ്ഞിട്ടല്ലേ കുഞ്ഞാലിക്കുട്ടി സാഹിബും സമദാനിയും അതുപോലെ മുനീറും മുസ്ലിം ലീഗിന്റെ പാർട്ടി ജനറൽ സെക്രട്ടറി PMA സലാമും ഞങ്ങളൊക്കെ വന്നത്. അതിനല്ലേ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സെയ്ദ് അബ്ബാസ് ഷിയാങ്ങൾ ആദ്യമായി ഒരു സ്ഥാനാർത്ഥിന്റെ പര്യടനത്തിന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ വന്നത്. അദ്ദേഹം ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ പറയല്ലേ, നിങ്ങളെങ്ങനെ കണക്കാക്കണം? അയാൾ മനുഷ്യന്മാർക്ക് എന്തൊക്കെ ചുറ്റുപാടുണ്ടോ? വൈകിയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത് ഈ പരിപാടിയിലേക്ക്. അതൊക്കെ നിങ്ങളെ ഭാവനയാണ്. നിങ്ങളെ ഉദ്ദേശം മറുപടി ഇന്ത്യക്ക് കിട്ടൂല. എന്തായാലും PK ബഷീർ MLA ആണ് നമ്മളൊപ്പം ചേർന്നത്. ബിപിൻ വെൺപകലിനൊപ്പം ബിനിലില്ല സാബു, ന്യൂസ് മലയാളം, നിലമ്പൂർ.